നമസ്കാരം. PSC സിമ്പിൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മോണ്യൂമെൻറ്റ്സ് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയിലെ സ്മാരകങ്ങൾ. RRB NTPC ഗ്രൂപ്പ് ഡി എക്സാമുകളിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. ആദ്യം പറയാൻ പോകുന്നത് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ റെയ്സീന ഹിൽസിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കർത്തവ്യ പഥ്. അതായത് രാഷ്ട്രപതി ഭവനെ ഇന്ത്യ ഗേറ്റുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് കർത്തവ്യ പഥ്. അടുത്തത് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. അത് നിർമ്മിച്ചത് ഷാജഹാൻ. 1648 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഇത് യമുന നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. അടുത്തതാണ് കുത്തബ് മിനാർ. കുത്തബ് മിനാറും ന്യൂഡൽഹിയിൽ തന്നെയാണ്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് കുത്തബ്ദീൻ ഐബക്കാണ്. 1193 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. എങ്കിലും ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 72.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഇതും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അടുത്തതാണ് ഷേർഷയുടെ ശവകുടീരം. അത് ബീഹാറിലെ സസാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഷേർഷയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കൊണാർക്കിലെ സൂര്യക്ഷേത്രം. പുരി ഒഡീഷയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് നരസിംഹദേവൻ ഒന്നാമനാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. അടുത്ത സ്മാരകമാണ് അജന്ത എല്ലോറ ഗുഹകൾ. അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വഗോറ ഗുഹകൾ. വഗോറ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അജന്ത ഗുഹകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ അജന്ത ഗുഹകൾ എന്ന് പറയുന്നത് 29 ഗുഹകളുടെ ഒരു കൂട്ടമാണ് അജന്ത ഗുഹകൾ. ഇത് എല്ലാ ഗുഹകളും 29 ഗുഹകളും ബുദ്ധിസ്റ്റുകളുടെ ഗുഹകളാണ്. അടുത്തത് എല്ലോറ ഗുഹകൾ. 34 ഗുഹകളുടെ കൂട്ടമാണ് എല്ലോറ ഗുഹകൾ. അതിൽ 17 ബ്രാഹ്മൺസിൻ്റെ, 12 ബുദ്ധിസ്റ്റുകളുടെ, 5 ജൈനമതക്കാരുടെ ഗുഹകളാണുള്ളത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കൈലാസ ക്ഷേത്രം. കൈലാസ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലോറ ഗുഹകളിലാണ്. ഇനി അടുത്ത സ്മാരകമാണ് ചാർമിനാർ. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ മുസി നദിക്കരയിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് മുഹമ്മദ് കുത്തുബ് ഷാ. 1591 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അടുത്ത സ്മാരകമാണ് റാണി കി വാവ്. അത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. അത് സരസ്വതി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അടുത്ത സ്മാരകമാണ് ജന്തർ മന്തർ. ജന്തർ മന്തർ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. അത് നിർമ്മിച്ചത് സവായ് ജയ്സിംഗ് രണ്ടാമനാണ്. ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം 5 ജന്തർ മന്തറുകളാണ് ഇന്ത്യയിലുള്ളത്. അതെവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഡൽഹി, ജയ്പൂർ, ഉജ്ജയിനി, മധുര, വാരണാസി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹംപി. ഹംപി സ്ഥിതി ചെയ്യുന്നത് ബെല്ലാരി, കർണാടക. കർണാടകയിലെ ബെല്ലാരിയിലാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. ഹരിഹരനും ബുക്കനുമാണ് ഈ ഹംപി നിർമ്മിച്ചത്. ഇതും ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അടുത്ത സ്മാരകമാണ് താജ്മഹൽ. അതെല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് ഷാജഹാനാണ്. ഇത് യമുന നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടതാണ്. അടുത്തത് ബുലന്ദ് ദർവാസ. അത് സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രി. അത് നിർമ്മിച്ചത് അക്ബറാണ്. അടുത്തത് ഹുമയൂണിൻ്റെ ശവകുടീരം. അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അത് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹമീദ ബാനു ബീഗമാണ്. അടുത്തതാണ് വിജയസ്തംഭം. അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ചിത്തോർഗഡിലാണ്. അത് നിർമ്മിച്ചത് മേവാറിലെ രാജാവായ റാണ കുംഭാലാണ്.
അടുത്തതാണ് അലൈ ദർവാസ, അതായത് കുത്തബ് മിനാറിന്റെ കവാടമാണ് ഈ അലൈ ദർവാസ. ഇത് നിർമ്മിച്ചത് അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതാണ് സാഞ്ചി സ്തൂപം. സാഞ്ചി സ്തൂപം മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. അശോകനാണ് ഇത് നിർമ്മിച്ചത്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അത് നിർമ്മിച്ചത് അശോകൻ. അടുത്തത് ഹവാമഹൽ. ഹവാമഹൽ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സവായ് രാജ പ്രതാപ് സിംഗ് ആണ് ഇത് നിർമ്മിച്ചത്. അടുത്തതാണ് ഖജുരാഹോ ക്ഷേത്രം. മധ്യപ്രദേശിലെ ഛത്രപൂറിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് ജഗന്നാഥ ക്ഷേത്രം ഒഡീഷയിലെ പുരിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് നിർമ്മിച്ചത് അനന്തവർമ്മൻ. അടുത്തത് മഹാബലിപുരം തീരക്ഷേത്രം. അത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. നരസിംഹവർമ്മനാണ് ഇത് നിർമ്മിച്ചത്.